الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. ഈ ആയത്തിലെ കാഫിന്റെ ഖിതാബ് കൊണ്ട് ഖിതാബിടപ്പെട്ട മുഖാതബായ ശഫീഉനാ ത്വാഹ റസൂലുള്ളാഹി ആലങ്ങൾക്കെല്ലാം അധിപനായ മാലികുൽ മുലൂക്കായ മുഇസ്സും മുദില്ലും മുഹിയ്യും മുമീതുമായ ആലമെല്ലാം അഥവാ ദർ ബഹർ ഹജർ ഷജർ തുടങ്ങി അർശ് കുർശ് ശംസ് ഖമർ തുടങ്ങി ളുഹർ അസ്ർ ഫജ്ർ മഗ്രിബാക കായിനാത്തെല്ലാം ദിക്ർ ഫിക്ർ ശുക്ർ കൊണ്ട് കൂടുവാൻ അവകാശിയായ തമ്പുരാനവൻ തന്റെ ഖദീമായ തീരുമാനത്തിൽ മഖ്ലൂഖാത്തിൽ അവലായ ലോകരിൽ ഹാദിയായ അഖ്വാലിൽ സ്വാദിഖായ നബിമാരിൽ രാജരായ മുർസലിൽ താജദായ മുദ്നിബിൽ ഷാഫിആയ മാലികിൽ ഹബീബും മഹബൂബും മഅശൂഖും മൻഖൂശും മർഹൂബും മുഖറബുമായ ഉൽമത്തിൽ ശംസദായ ജഹലെന്ന ഇരുട്ടിൽ ഖായിദായ അറബിയിൽ അഫ്സഹായ മക്കയുടെ സമ്മാനമായ മദീന സ്വർഗ്ഗ പൂന്തോപ്പിന്റെ മാണിക്കമായ ഖൈറുൽ ഉമ്മത്തിന്റെ മനസ്സിൽ മായാതെ മറയാതെ തിളങ്ങുന്ന മുത്തായ ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നൂറെന്ന വളിവനെ പടച്ച് താഊസിന്റെ കോലത്തിൽ അർശ് എന്ന സിംഹാസനത്തിൽ അവന്റെ ഇറാദത്തിൽ സുബൂതായ കാലത്തിൽ പാർപ്പിച്ച് ആ കോലം കൊള്ള നദറല്ലാഹു അസ്സ വജൽ ആയതിൽ പിന്നെ അതിനോട് ഖിതാബായിട്ട് കൂനി മുഹമ്മദാ എന്നുള്ള രാജകൽപ്പനയുണ്ടായി. പിന്നീട് ആയിരം കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ എന്ന ഖൗലിന്റെ പുലർച്ച പോലെ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിൽ നിന്ന് ഫാഖിറായ അസ്ലാബിലൂടെ ത്വാഹിറായ റഹമിലൂടെ നടത്തി അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള എന്നവർക്കുള്ള മുതുകിൽ നിന്ന് വഹബിന്റെ മകൾ ആമിന എന്നവർക്കുള്ള റഹമിലാക്കി വെച്ച് പാപ്പയെ മടക്കി വിളിച്ച് ഉമ്മയെയും മകനെയും ഒഴിച്ച് മക്ക എന്ന ദിക്കിൽ ഉദിപ്പിച്ച് ഉമ്മിയായി അറിവിച്ച് അല്ലമീനായി വളർത്തിച്ച് സർവസമ്മതം വാങ്ങിച്ച് ഗാർ ഹിറായിൽ കടത്തി ഇബാദത്തിൽ ഇരുത്തി അൻസലല്ലാഹു മലക ജബ്രായീൽ ख्वाब गफलत में सोए हुए मोमिनो ऐसो इशरत बढ़ाने से क्या फायदा. ख्वाब गफलत में सोए हुए मोमिनो ऐसो इशरत बढ़ाने से क्या फायदा. आंख खोलो उठो याद रब को करो उम्र यूं ही गवानी से क्या फायदा. अपने रब को जवानी में भूला है तू. अपने रब को जवानी में भूला है तू और ताकत के बूते में फूला है तू. जब जवानी ढलेगी तो पछताएगा. जब जवानी ढलेगी तो पछताएगा. फिर यूं रोने रुलाने से क्या फायदा. आंख खोलो उठो याद रब को करो उम्र यूं ही
गवानी से क्या फायदा। السلام عليكم ورحمة الله. بسم الله. إلا الصلاة على الحبيب محمد. تو شاہ خوبان تو جانے جانا، تو شاہ خوبان تو جانے جانا ہے چہرہ کتاب تیرا، نہ بن سکی ہے نہ بن سکے گا، نہ بن سکی ہے نہ بن سکے گا، مثال تیری جواب تیرا، പൂർണിമ ചന്ദ്രൻ തോൽക്കുന്ന ചന്ദം പൂവായിരം വീശിടാത്ത ഗന്ധം, മുത്ത് റസൂലിൻ എന്തെന്തു ചന്തം, മിസ്കായിരം നാണിക്കുന്ന ഗന്ധം. ആ മൊഴിയെ നുകർന്നാലോ കാഞ്ഞിരമോ തേനാകും, ആ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകും. ആ മൊഴിയെ നുകർന്നാലോ കാഞ്ഞിരമോ തേനാകും, ആ പുഞ്ചിരി വീണാലോ നരകം ജന്നത്താകും. കരമൊന്ന് പുണർന്നാലോ കരമൊന്ന് പുണർന്നാലോ കരളാമ്പൽ പൂവാകൂ. തു ഷാഹെ ഖൂബാൻ തു ജാനെ ജാനാ, തു ഷാഹെ ഖൂബാൻ തു ജാനെ ജാനാ है चेहरा उम्मुल किताब तेरा, न बन सकी है न बन सकेगा, न बन सकी है न बन सकेगा, मिसाल तेरी जवाब तेरा. नबी യൂസുഫോരെ മുഞ്ചിൽ മയങ്ങി നാരീമണികൾ കൈകൾ മുറിച്ചോ, ഖാതിം റസൂലെ കണ്ടെങ്കിലവരോ ഖൽബും പരിച്ച് റൂമും മുറിക്കും. ഖൽബായ നബിയിൽ എല്ലാം മറക്കും. നമ്രോദ് ഹാമാൻ ഫിർഔൻ പോലും നബിയോരെ കണ്ടാലെന്നേ നന്നാകും. തു ഷാഹെ ഖൂബാൻ തു ജാനെ ജാനാ, തു ഷാഹെ ഖൂബാൻ തു ജാനെ ജാനാ है चेहरा उम्मुल किताब तेरा, न बन सकी है न बन सकेगा, न बन सकी है न बन सकेगा, मिसाल तेरी जवाब तेरा. सरदार की आमद मरहबा, दिलदार की आमद मरहबा, सब मिलकर बोलो मरहबा, अर्श की आमद मरहबा. अरे तू जिनकी है नात सुनता, रे तू जिनकी है नात लिखता, रे तू जिनकी है नात पढ़ता, वो वीर कहेंगे हिजाब तेरा. तू शाहे ख़ुबान तू जाने जाना, तू शाहे ख़ुबान तू
चेहरा उम्मुल किताब तेरा न बन सकी है न बन सकेगा न बन सकी है न बन सकेगा मिसाल तेरी जवाब तेरा അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതിന് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ പറയുന്നതും കേൾക്കുന്നതും പാടുന്നതും ചെലവഴിക്കുന്ന സമയവും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് നമ്മുടെ ഈ മഹത്തായ സദസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹളറത്തുള്ള കാണിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട നബി തങ്ങളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മഹത്തായ ഒരു മജ്ലിസിലാണ്. ശരിയായ നിലക്കുള്ള ഇഷ്ക് മജ്ലിസ് നടക്കണം എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അതിന് മാർക്കിടുന്നത് പല രൂപത്തിലാണ്. ചില ആൾക്കാർ മനസ്സിലാക്കിയത് പാട്ട് കുറെ കേൾക്കണം എന്നാലേ ഇഷ്ക് മജ്ലിസ് ആവുള്ളൂ. ചില ആൾക്കാർ മനസ്സിലാക്കിയത് വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി തീർക്കണം എന്നാലും ഇത് ഇഷ്ക് മജ്ലിസ് ആവുള്ളൂ. എന്നാൽ ഞാൻ പറയുന്നു, യഥാർത്ഥ രൂപത്തിലുള്ള ഇഷ്ക് മജ്ലിസ് ആവണമെങ്കിൽ എന്നെ ഞാനും നിങ്ങളും മറക്കണം. മറന്നാലേ പറ്റൂ. മനുഷ്യൻ എന്നത് ഒന്നല്ല രണ്ടാണ്. നമ്മളൊക്കെ ഒന്നല്ല, നമ്മളൊക്കെ രണ്ടുണ്ട്. തടിയുണ്ട്, റൂഹുണ്ട്. പാപങ്ങളൊക്കെ ചെയ്ത് തെറ്റുകുറ്റങ്ങളിലൊക്കെ മുങ്ങിക്കിടക്കുന്ന നമ്മുടെ ശരീരമാകുന്ന നമ്മെ റൂഹാകുന്ന നാം മറന്നു പോണം. ശരീരത്തിന്റെ കാര്യമൊന്നും ആലോചിക്കരുത്. സദസ്സിലിരിക്കുന്നവർ, ശരീരം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കരുത്. കണ്ണടച്ചാൽ കാണേണ്ടത് ഒരു പച്ച കുപ്പ മാത്രം. മനസ്സിന്റെ ഉള്ളിൽ തിളങ്ങേണ്ടത് വെളുപ്പിനോട് ചുവപ്പ് കലർന്ന മൊഞ്ചുള്ള നിറമുള്ള ഒരു മുഖം. കണ്ടിട്ടില്ലെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ശരിയായ ഇഷ്ക് മജ്ലിസ് നടക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തിന് അങ്ങോട്ട് മറക്കുക. മനസ്സ് മാത്രം ഇവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ശരീരം ഓപ്പൺ ആവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ 1,00,000-ൽ പരം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തിലേക്ക് പറഞ്ഞയച്ചു. ഓരോ പ്രവാചകന്മാർക്കും ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു. മൂസാ നബിയുടെ കാലത്ത് മൂസാ നബിയുടെ ആൾക്കാരുണ്ടായിരുന്നു. ഈസാ നബിയുടെ കാലത്ത് ഈസാ നബിയുടെ ആളുകൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇബ്രാഹിം നബിയുടെ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ ഈ സമുദായത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയ മനുഷ്യന്മാരിൽ നിന്ന് അല്ലാഹു തആല പറയുന്നു, ഖൈറുൽ ഉമ്മത്ത്, നല്ലതായിരിക്കുന്ന സമുദായം എന്ന് പറയുന്നത് നമ്മളാണ്. അങ്ങനെ പറയാനുള്ള കാരണം എനിക്കും നിങ്ങൾക്കുമുള്ള ക്വാളിറ്റി കണ്ടിട്ടൊന്നുമല്ല. നമ്മളൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. എന്നിരുന്നാലും രാജാതിരാജനായ റബ്ബ് തആല ഖൈറുൽ ഉമ്മത്താണ് നമ്മളെന്ന് പറയാനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ നേതാവാണ്. ജനങ്ങളിൽ എന്നല്ല, മനുഷ്യന്മാരിൽ എന്നല്ല, നബിമാരിൽ എന്നല്ല, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ ഏറ്റവും ഖൈറായത് ശഫീഉനാ ത്വഹ റസൂലുള്ളാഹി. സലാത്ത് ജോർ ചൊല്ലാവ. ഇഷ്ക് മജ്ലിസിലെ സലാത്ത് കേട്ടിട്ടില്ലേ? പിന്നെ കേക്കടോടെ അല്ലേ? അപ്പോ അത്രക്കും വലിയ ശറഫാക്കപ്പെട്ട ഉന്നതരായ ഒരു നേതാവിന്റെ അടിമകളായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഖൈറുൽ ഉമ്മത്താകുന്നത്. നമ്മുടെ നേതാവിന്റെ പ്രത്യേകതകൾ പറയാൻ തുടങ്ങിയാൽ
ഈ ഇരിക്കുന്ന സ്റ്റേജിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, അല്ലെങ്കിൽ വർഷങ്ങളെ കൊണ്ടോ ഒരു മനുഷ്യന്റെ ആയുസ് ഒടുങ്ങുന്നത് വരെ പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്തതാണ്. ഭൂമി ലോകത്തിലുള്ള സകലമാന വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നതിനു മുമ്പ്, എല്ലാറ്റിനും മുമ്പ് അല്ലാഹു പടച്ചത് എന്തിനെയാണ്? ഹബീബായ നബി തങ്ങളെയാണ്. അപ്പൊ അന്ന് നബി തങ്ങൾ ഇങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തെയാണ് ആദ്യം സൃഷ്ടിച്ചത്. ആ പ്രകാശത്തിൽ നിന്നാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന സകലമാന വസ്തുക്കളുടെയും ഉത്ഭവം. എല്ലാറ്റിന്റെയും ഹേതു അതാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെയും സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കിയപ്പോ ചെയ്തു പോയത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അല്ലാഹുവോട് തൗബ ചെയ്ത് വർഷങ്ങളോളം നടന്നു. വർഷങ്ങളോളം തൗബ ചെയ്ത് നടന്നു. തൗബ കബൂലായില്ല. തൗബ അല്ലാഹു സ്വീകരിച്ചില്ല. എന്തേ കാരണം? സ്വർഗത്തിൽ ഒരുപാട് പഴങ്ങളുണ്ട്, ഒരുപാട് നല്ല നല്ല വസ്തുക്കളുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്കും ഹവ്വാ ബീവിക്കും ഹലാലാക്കി കൊടുത്തതിനു ശേഷം ലാ തഖറബാ ഹാദിഹി ശജറ, ഒരു മരത്തിനെ കാണിച്ചിട്ട് ഈ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്, അത് നിങ്ങൾക്ക് പാടില്ലാത്തതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കം ചെയ്തു. അല്ലാഹു തആല അതിന് കരാർ വെച്ചു, വിലക്ക് വെച്ചപ്പോ ഇബ്ലീസിന്റെ വഴിപിഴപ്പിക്കൽ കാരണം ആ പഴത്തിൽ നിന്ന്, ആ മരത്തിൽ നിന്ന് പറിച്ച് ആദം നബിയും ഹവ്വാ ബീവിയും ഭക്ഷിച്ചത് കൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ ചരിത്രത്തെ വിശദീകരിക്കുന്നില്ല. ആ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളം രാജാതിരാജനായ റബ്ബിനോട് പറഞ്ഞു, പടച്ചോനെ ചെയ്തത് തെറ്റായി പോയി, പുറത്തു തരണേ അല്ലാഹ്. ഹവ്വാ ബീവിയും പറഞ്ഞു, അല്ലാഹുവേ ചെയ്തത് തെറ്റാണ് റബ്ബേ, നീ പുറത്തു തരണം. അല്ലാഹു തൗബ സ്വീകരിച്ചില്ല. വർഷങ്ങളോളം നടന്ന് അവസാനമായി കൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ നിങ്ങള്? ആദം നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, പടച്ചോനെ മുഹമ്മദിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണേ. അന്നേക്ക് മുഹമ്മദ് ഇല്ല. ശ്രദ്ധിക്കണം. അന്നേക്ക് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭൂമി ലോകത്തില്ല. ആദ്യത്തെ പ്രവാചകൻ വന്നിട്ടേ ഉള്ളൂ. ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് വന്നതിന് ശേഷമാണ് അവസാനത്തെ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്ത് പൂജാതനാവുന്നത്. ആദ്യത്തെ മനുഷ്യനാണ് അല്ലാഹുവോട് ചോദിക്കുന്നത്, പടച്ചോനെ മുഹമ്മദിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണേ. അപ്പൊ അല്ലാഹു തആല ചോദിച്ചു ആദമിനോട്, ഈ മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മുഹമ്മദ് വന്നിട്ടില്ലല്ലോ. ഭൂമി ലോകത്ത് ജനിച്ചു വീഴാത്ത ഒരാളാണ്. അപ്പോ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് മുഹമ്മദിന്റെ ബർക്കത്ത് കൊണ്ട് മുഹമ്മദിനെ തവസ്സുലാക്കിയിട്ട് തൗബ സ്വീകരിക്കാൻ ദ്വാരന്നപ്പോ ആദം നബിയോട് അല്ലാഹു ചോദിച്ചു, മുഹമ്മദിനെ കുറിച്ച് നിങ്ങളോട് ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ വല്യപ്പയായിരിക്കുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, പടച്ചോനെ നിന്റെ സിംഹാസനമാകുന്ന അർശിന്റെ കാലിൽ ആ പേര് എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അബ്ദുള്ളക്കും ആമിനക്കും പിറന്ന കുഞ്ഞാണ് മുഹമ്മദ്. അന്ന് അബ്ദുള്ളയും നിലവിലില്ല, ആമിനയില്ല. അവരെ വല്യപ്പാരും വല്യപ്പാന്റെ വല്യപ്പാരും ആരുമില്ല. പക്ഷേ ആ കുഞ്ഞിന്റെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്റെ കാലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആദം നബി അല്ലാഹുവോട് പറഞ്ഞു, പടച്ചോനെ നിന്റെ അർശിന്റെ കാലിൽ ഒരാളുടെ പേര് എഴുതി വെക്കണമെങ്കിൽ അത് നിനക്ക് ഇഷ്ടപ്പെട്ട ആളായിരിക്കണം. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് അയാളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്താൽ നീ സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, മുഹമ്മദിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണം. അല്ലാഹു ഖബൂൽ ചെയ്തു. അതാണ് മുഹമ്മദ്.
محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. തീർന്നിട്ടില്ല. ഒരുപാട് പ്രവാചകന്മാര് ഭൂമിയിൽ വന്നു. പലർക്കും അല്ലാഹു തആല കിതാബ് കൊടുത്തു, പലർക്കും അല്ലാഹു തആല ഏടുകൾ കൊടുത്തു. മൂസാ നബിക്ക് തൗറാത്തും, ഈസാ നബിക്ക് ഇൻജീലും, ദാവൂദ് നബിക്ക് സബൂറും ഒക്കെ അല്ലാഹു തആല കൊടുത്തു. ഇതിനൊക്കെ മുമ്പ് ഇവരെയൊക്കെ ഭൂമിയിലേക്ക് അല്ലാഹു പടച്ചിട്ട് മനുഷ്യനായിട്ട് പറഞ്ഞേക്കുന്നതിന് മുമ്പ് അർവാഹിയായ ലോകത്ത് വെച്ച് അല്ലാഹു തആല ഒരു കരാറ് നടത്തി, ഒരു ഇടപാട് നടത്തി. എല്ലാ പ്രവാചകന്മാരെയും വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു, إذا أخذنا ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കുന്ന കിതാബുകൾ, നിങ്ങൾക്കുള്ള ഏടുകളൊക്കെ തന്ന് നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് പറഞ്ഞേച്ചാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഒരു പ്രവാചകനും അദ്ദേഹത്തിന്റെ കിതാബും ഭൂമിയിലേക്ക് വന്നാൽ നിങ്ങൾ പിന്നെ അതിനോട് പിൻപറ്റേണ്ടവരാണ്. അതായത് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മൂസാ നബി തൗറാത്തുമായിട്ട് ഭൂമിയിൽ ഇസ്ലാം മത പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണതെങ്കിൽ പിന്നെ തൗറാത്തിന് അവിടെ സ്ഥാനമില്ല. മൂസാ നബി ആരാണ്? മൂസാ നബി പിന്നെ മുഹമ്മദ് നബിയുടെ അനുയായിയാണ്. മൂസാ നബി പിന്നെ തൗറാത്ത് അനുസരിച്ചിട്ട് വിധി പറയാൻ പറ്റൂല, പിന്നെയോ ഖുർആൻ അനുസരിച്ച് വിധി പറയണം. ഈസാ നബിയുടെ ഭരണകാലത്താണ് മുഹമ്മദ് നബി ജനിക്കുന്നതെങ്കിൽ പിന്നെ ഇൻജീലിന് സ്ഥാനമില്ല, ഖുർആനുള്ളൂ. ഈസാ നബി ആരാണ്? ഈസാ നബിക്ക് ആ സ്ഥാനം പോയി. ഈസാ നബി മുഹമ്മദ് നബിയുടെ അനുയായിയാണ്. അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാര് പറയുന്നത്, ഖിയാമത്ത് നാളിനോടടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഈസാ നബി നബിയായിട്ടല്ല, അള്ളാന്റെ റസൂലിന്റെ ദീന്, ഖുർആനിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ദീന് നടപ്പിലാക്കുന്ന ഒരാളായിട്ടാണ്, നബിയുടെ ഉമ്മത്തായിട്ടാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ രണ്ട് നബി പാടില്ലല്ലോ, ഒരു കാലഘട്ടത്തിൽ രണ്ട് നബി പാടില്ല. എപ്പോ? ഈ കാലഘട്ടം, അന്നല്ല. ഈ കാലഘട്ടത്തിൽ ഉള്ള നബീനെ തന്നെ സാധാരണക്കാരെന്ന് പറഞ്ഞ കാലഘട്ടം. അതുകൊണ്ട് ഇനിയിപ്പോ ഈസാ നബി വരികയാണെങ്കിൽ നബിയായിട്ടല്ല വരിക, മുഹമ്മദ് നബിയുടെ അനുയായിട്ടാണ്. അതാണ് നമുക്കുള്ള ക്വാളിറ്റി. നമുക്കത് അറിയില്ല. നബിതങ്ങളോടുള്ള മുഹബ്ബത്ത് എന്താന്ന് ചോദിച്ചാൽ പലരും മനസ്സിലാക്കിയത് റബീഉൽ അവ്വലിന് റാലി പോകലാണ്. ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കുറെ എണ്ണം പച്ച തട്ടെടുത്ത് തലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ചാടിക്കളിക്കലാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് എങ്ങനെയെന്നറിയോ? ഉറങ്ങി എണീറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഓരോ ചലനവും അവൻ ചിന്തിക്കും. ഞാൻ നടക്കുകയാണ്, നടക്കുമ്പോ എന്റെ നേതാവ് എങ്ങനെയാ നടന്നിരുന്നത്, അങ്ങനെ ഞാൻ നടക്കട്ടെ. എന്റെ നേതാവ് എങ്ങനെയാ ഇരുന്നത്, അങ്ങനെ ഞാൻ ഇരിക്കട്ടെ. എന്റെ നേതാവ് എങ്ങനെയാ ഭക്ഷണം കഴിച്ചത്, അങ്ങനെ ഞാൻ കഴിക്കട്ടെ. എന്റെ നേതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്, അത് ഞാൻ കഴിക്കട്ടെ. എന്റെ നേതാവ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിരുന്നു, ഞാനും ചൊല്ലാം. എന്റെ നേതാവ് ഉപദ്രവിക്കാൻ വരുന്ന ശത്രുവിനോട് പോലും പുഞ്ചിരിച്ചവരാണ്. അപ്പൊ എന്നോട് ദേഷ്യമുള്ള ആൾക്കാരെ കണ്ടാലും ഞാനൊന്ന് ചിരിക്കട്ടെ. ആരാളുള്ളത്? ഉണ്ടോ? എന്നെ കൊണ്ടും പറ്റൂല, നിങ്ങളെ കൊണ്ടും പറ്റൂല. അത് നമ്മുടെ ഈമാനിന്റെ കുറവാണ്. അല്ലാഹു ഈമാൻ പരിപൂർണമായ ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഇങ്ങനത്തെ ഒരു നേതാവിന്റെ അനുയായികളാണ് നമ്മള്. ഭൂമി ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരുണ്ടെങ്കിലും
സംശുദ്ധമാക്കപ്പെട്ട രക്തത്തിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഗർഭാശയത്തിലേക്ക് അല്ലാഹു തആല കുഞ്ഞിനെ അങ്ങ് നിക്ഷേപിക്കുകയാണ്. ഹദിയായിരിക്കുന്ന ആമിന റളിയല്ലാഹു തആല അൻഹ ഗർഭം ധരിച്ച സമയത്ത് പിതാവായിരിക്കുന്ന അബ്ദുള്ള വഫാത്തായി പോയി. കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ വാപ്പയില്ല. ഈ യത്തീമിനെന്താ ഇത്ര പ്രത്യേകത? അള്ളാന്റെ റസൂല് യത്തീമീങ്ങൾക്ക് ഇത്ര പ്രത്യേകത കൊടുക്കാനുള്ള കാരണം എന്താണ്? യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും ഇങ്ങനെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. യത്തീമിനെ സംരക്ഷിക്കുന്ന ആളും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതിന്റെ കാരണം ഒരു യത്തീമായ കുഞ്ഞിന്റെ വിഷമം മനസ്സിലാക്കിയവരാണ്. ജനിച്ചു വീഴുമ്പോ ഉപ്പയില്ല, ഉമ്മാന്റെ കയ്യും പിടിച്ച് ഓടിച്ചാടി കളിക്കുന്ന വയസ്സാകുമ്പോ ബഹുമാനപ്പെട്ട മഹദിയായിരിക്കുന്ന ഉമ്മയും മരിച്ചുപോയി, ഉമ്മയും വഫാത്തായി പോയി. വാപ്പയില്ല, ഉമ്മല്ല. വാപ്പയും ഉമ്മയും ഉണ്ടായിട്ടും മദ്രസ പഠനങ്ങൾ ഉണ്ടായിട്ടും വയലുകൾ ഉണ്ടായിട്ടും നമ്മളെ മക്കളെ നമുക്ക് നേരെയാക്കാൻ കഴിയുന്നില്ല, നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ചെറിയ വയസ്സിൽ തന്നെ ഉമ്മ വഫാത്തായി പോയി, ജനിച്ചു വീഴുമ്പോ വാപ്പയുമില്ല. എന്നിരുന്നാലും അറിഞ്ഞുകൊണ്ട് ഒരൊറ്റ കളവ് പോലും ആ ചെറിയ കുട്ടി പറഞ്ഞിട്ടില്ല. നാട്ടുകാര് മുഴുവനും അൽ അമീൻ എന്ന് വിളിക്കാൻ മാത്രം സൽ സ്വഭാവിയായിരുന്നു. എന്റെ മദ്രസ 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടല്ല. ഉമ്മയും വാപ്പയും കുത്തിയിരുന്ന് മോനെ ഉപദേശിച്ച് നന്നാക്കിയതുമല്ല. കാരണം അത് തീർത്തും അഷ്റഫുൽ ഖൽഖാണ്. നമ്മളെ മക്കളെ നമുക്ക് നന്നാക്കിയിട്ടും നന്നാവണില്ല. ഇവിടെ വാപ്പയില്ലാഞ്ഞിട്ടും ഉമ്മയില്ലാഞ്ഞിട്ടും അറിഞ്ഞോ അറിയാതെയോ ഒരൊറ്റ കളവ് പോലും പറഞ്ഞിട്ടില്ല. ഓമന മുഹമ്മദീനെ ഓതിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽവിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനെയോർത്ത് വേദന കോരൂത്ത്. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചണച്ച് ആമിനാബി പൂമകനെ ചുംബനമണച്ച് അത്തലിൽ തെന്മുത്ത് മോനെ ആറ്റ് നോറ്റ് പോറ്റി ആമിനാബി ആശയോടെ പൂമകനെ തീറ്റി. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. അങ്ങിനെ കാലം കഴിയും കാലമൊരു നാളിൽ ആമിനാബിയും മകനെ വിട്ട് പോയി വിണ്ണിൽ. ആരുമില്ലാതികനായി ഭൂമിയിൽ നബിയുള്ള 6 വയസ്സായ കാലത്താറ്റലർ നബിയുള്ള. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഭൂതലം പോകുന്ന മുന്നേ ബാപ്പയും പിരിഞ്ഞു, ബാലനായി വരുന്ന കാലം ഉമ്മയും പിരിഞ്ഞു. ആരുമാരും ഓമനിച്ചില്ലെങ്കിലും വളർന്നു, ആടലെന്നില്ലാടുമേ
കൊച്ചുമോൻ വളർന്നു. ഓമന മുഹമ്മദിനെ ഓത്തിരായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓത്തുപള്ളിയിലോതിയില്ല എങ്കിലും മാബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോദിയില്ല. നേരമാത്രം ചൊന്നതാലേ സത്യവാനാബാലൻ നേടിയല്ല മീനതെന്ന ഖ്യാതി സത്യശീലൻ. ഓമന മുഹമ്മദിനെ ഓത്തിരായച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഇസ്ലാം മതത്തിന്റെ പ്രബോധനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ പോലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ഒരുപാടാണ്. ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുമ്പോ ആദ്യമായിട്ട് പ്രബോധനം നടത്തുന്നത് സ്വന്തം ആളുകളോട്, സ്വന്തം ജനങ്ങളോട്. ആരാണ്? ഇത്രയും നാള് അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ, സ്വന്തം കുടുംബക്കാര്, സ്വന്തം നാട്ടുകാര്, സ്വന്തം അയൽവാസികൾ, എല്ലാരും വിളിക്കുന്നത് ഈ കുഞ്ഞിനെ അൽ അമീൻ എന്നാണ് ചെറുപ്പം മുതലേ. കാരണം എന്താണ്? അറിഞ്ഞു പോലും അറിയാതെ പോലും ഒരു കളവ് പറയാത്ത കുട്ടിയാണ്, ഒരു ദുസ്വഭാവവും ഇല്ലാത്ത കുട്ടിയാണ്, സത്യസന്ധനായ കുട്ടിയായതുകൊണ്ട് എല്ലാവരും അൽ അമീൻ എന്നാണ് വിളിക്കുന്നത്. ആദ്യമായിട്ട് ഇസ്ലാം മത പ്രബോധനം തുടങ്ങുമ്പോ അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോടിപ്പോ പറയുന്നു, ഈ മലയുടെ പുറകുവശത്ത് നിന്ന് ഒരു ശത്രുക്കൾ, ഒരു കൂട്ടം ശത്രുക്കൾ നിങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവര് പറഞ്ഞു, ഉറപ്പായിട്ടും വിശ്വസിക്കും, കാരണം പറയുന്നത് നിങ്ങളാണ്, നിങ്ങൾ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം പറയാം. ശത്രുക്കൾ നിങ്ങളെ കൊല്ലാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബേജാറിനേക്കാൾ വലിയ പ്രശ്നം എന്താണ്? നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ലാത്ത, ഹുസ്സ, ഹുബുലുൽ അഅല, മനാത്ത പോലുള്ള ഒന്നും ദൈവങ്ങളല്ല. അതൊക്കെ വെറും കല്ലുകളാണ്. നിങ്ങളെയും എന്നെയും ഈ കാണുന്ന ഭൂമിയെയും സകല ചരാചരങ്ങളെയും പടച്ച രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനുണ്ട്, അവനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും കാലം അൽ അമീൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ഭ്രാന്തൻ എന്ന് വിളിച്ചു, കല്ലെടുത്തെറിഞ്ഞു, നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു, വിശ്വസ്തനെന്ന് വിളിച്ച ആളുകൾ തന്നെ പുച്ഛിച്ചു, കുറ്റം പറഞ്ഞു, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും അള്ളാന്റെ റസൂല് ദീന് കൈവിട്ടിട്ടില്ല, പ്രബോധനം നിർത്തിയിട്ടില്ല. ത്വായിഫിലേക്ക് ഇസ്ലാം മത പ്രബോധനത്തിന് പോയ സമയത്ത് നമ്മുടെ നേതാവ് അള്ളാഹുവിന്റെ റസൂല് ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോ അവിടെയുള്ള ആളുകളൊക്കെ പറയാണ്, ഈ മുഹമ്മദിന് ഭ്രാന്താണ്, ഇവൻ ഭ്രാന്തനാണ്, ഇവനെ കല്ലെടുത്തെറിയണമെന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കുട്ടികളെ അള്ളാന്റെ റസൂല് നടന്നു വരുന്നത് കാണുമ്പോ ചെറിയ കുട്ടികളുടെ കയ്യിൽ അവരുടെ ഉമ്മമാര് തന്നെ കല്ലും കൊടുത്ത് പറഞ്ഞേക്കും, അവനേറി, അവന് ഭ്രാന്താണ്. നടന്നു പോകുന്ന പ്രവാചകന്റെ നേരെ കുട്ടികൾ കല്ലെറിഞ്ഞു, നാട്ടുകാര് കല്ലെറിഞ്ഞു. ആരുടെയും മുഖത്ത് നോക്കി ഒരു ബേജാറും കാണിച്ചില്ല. പുന്നാര പൂമാന്റെ മുഖത്ത് കല്ല് വന്ന് ദേഹത്ത് കൊണ്ട് ശരീരത്തിലെ തൊലി മുറിയുന്ന സമയത്തും ആ മുഖത്തുണ്ടായിരുന്നത് നല്ല ഒരു പുഞ്ചിരിയായിരുന്നത്രേ. കല്ല് വന്നു കൊണ്ടു, കാലിന്റെ മുട്ടുപൊട്ടി രക്തം ഒലിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് കൈകൊണ്ട് ആ രക്തം അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് തുടച്ചു കളഞ്ഞു. കാരണം അള്ളാന്റെ റസൂല് പറയുന്നു, എന്റെ രക്തമെങ്ങാനാം ത്വായിഫിന്റെ മണ്ണിൽ വീണിരുന്നെങ്കിൽ ത്വായിഫ് മൊത്തം കത്തിച്ചാമ്പലായേനെ.
അള്ളാഹുവിനത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ രക്തം ഈ ഭൂമിയിൽ വീടരുത്, അള്ളാഹുവിന്റെ ശിക്ഷ ഇവർക്ക് വരരുത് എന്ന് കരുതിയിട്ട് ആ രക്തം അങ്ങനെ തുടച്ചെടുക്കാൻ കണ്ട് സഹിക്കാൻ കഴിയാതെയായപ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇറങ്ങി വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഹബീബല്ലാഹ്, എന്താണ് ഈ കാണുന്നത്? നിങ്ങളെ ഭ്രാന്തരെന്നവർ വിളിക്കുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അവരെ ആട്ടി ഓടിക്കുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയെ. നിങ്ങളെ കല്ലെടുത്തെറിയുന്ന നബിയെ, നിങ്ങളെ ശരീരം പൊട്ടിച്ചോര വരികയാണോ? എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ 2 ചിറകുകൾ കണ്ടോ? ജിബ്രീലിന്റെ 2 ചിറകിന്റെ മുകളിൽ വലിയ 2 പർവ്വതങ്ങളുമായിട്ടാണ് ജിബ്രീൽ വന്നത്. അള്ളാന്റെ റസൂലെ, നിങ്ങൾ ആ എന്ന ഒരു സമ്മതം മൂളിയാൽ ഈ ചിറകിന്റെ മുകളിലുള്ള ഈ പർവ്വതം ത്വായിഫിലെ ജനങ്ങളുടെ മുകളിലേക്ക് ഞാൻ മറിച്ചിട്ട് ഇവരെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ചു കളയാം. ആ എന്ന ഒരു മൂളൽ അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും സമ്മതം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ത്വായിഫ് എന്ന് പറയുന്ന ഒരു നാട് തന്നെ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് കല്ലെടുത്തെറിഞ്ഞവരെ ശിക്ഷിക്കാൻ വേണ്ടി വന്നപ്പോ രാജാതിരാജനായ റബ്ബ് തആലയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണെന്നറിയോ? ജിബ്രീലേ, അതൊന്നും വേണ്ട. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതാണ് എനിക്ക് സന്തോഷമെന്ന് ശഫീഉനാ വസയ്യിദുനാ ഖുർറത്തു അയുനിനൽ മുസ്തഫ മുഹമ്മദ്. അങ്ങനത്തെ കാരുണ്യക്കടലാണ് നബിതങ്ങള്. തുടക്കത്തിൽ ഞാൻ ഓതിയ ആയത്തിന്റെ വിവക്ഷയും അങ്ങനെയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു തന്നെ പറയുന്നത്, നബിയേ, നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് റഹ്മത്തായിട്ടാണ്, കാരുണ്യമായിട്ടാണ്, സ്നേഹമായിട്ടാണ്. പുഴയിൽ വെള്ളത്തിലൂടെ തേളെന്ന് പറയും മലയാളത്തിൽ, നിങ്ങളെന്ന് പറയാം കൊമ്മൻ തേളെന്ന്. ആ കറുത്തിട്ടാ അതിങ്ങനെ ഒഴുകി വരികയാണ്. അത് കടിക്കുന്ന സാധനമാണല്ലോ, വിഷമുള്ള ജീവിയാണ്. അതിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് കയ്യിലുണ്ടായിരുന്ന ഷാൾ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് ആ ജീവിയെ രക്ഷിച്ചു. അപ്പൊ ഇത് ഈ ഷാളിൽ കേറിയപ്പോ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൂടെ ഉണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, എന്തിനാണ് ആ ജീവിയെ രക്ഷിക്കാൻ പോകുന്നത്? അത് കടിക്കുന്ന ജീവിയാണ്, അത് ഉപദ്രവിക്കുന്ന ജീവിയാണ്, അത് വിഷമുള്ളതാണ്. അള്ളാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഈ തേള് നബി തങ്ങളുടെ ഷാളിലൂടെ കയറി വന്ന് അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് കടിച്ചപ്പോ കൈ വേദനിച്ചപ്പോ ഉമർ തങ്ങൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ സാധനത്തിനെ രക്ഷപ്പെടുത്തണം, എവിടെയെങ്കിലും പോയി ചത്തോട്ടെ, നിങ്ങൾ എന്തിനാ അതിനെ രക്ഷപ്പെടുത്താൻ പോയത്? അതുകൊണ്ടല്ലേ കടിച്ചതെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, തേളിന്റെ പണിയെടുത്തു, ഞാൻ എന്റെ പണിയെടുത്തു. തേളിന്റെ പണി കടിക്കലാണ്, എന്റെ പണി എല്ലാവർക്കും കരുണ കാണിക്കലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈൻ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി من عرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. കാരുണ്യവുമായിട്ട് ഭൂമിയിലേക്ക് വന്നവരാണ്. കൊല്ലാൻ വരുന്നവർക്ക് പോലും മാപ്പ് കൊടുക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യൻ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നാണ് പുറകുന്നൊരു ശത്രു അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വരുന്നത്.
അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി പുറകുന്നു വന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പിലുള്ള സ്വഹാബാക്കൾ ആരും അവിടെ നനങ്ങൂലാന്ന് ശത്രുവിനറിയാം. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂല് അങ്ങോട്ടേക്കാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നും അറിയാം. ആ സമയത്ത് അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വാളുമായിട്ട് വന്നു പുറകുന്നു കൊല്ലാൻ നോക്കിയപ്പോ അവന് രണ്ട് കണ്ണ് കണ്ടു. നബി തങ്ങളുടെ പിൻവശത്ത്, നബിയുടെ തലയുടെ പുറകുവശത്ത് രണ്ട് കണ്ണ് കണ്ടപ്പോ അവൻ പേടിച്ചോടി. ഓടിയപ്പോ അള്ളാന്റെ റസൂല് സ്വഹാബാക്കളോട് പറഞ്ഞു അവനെ പിടിച്ചുകൊണ്ട്. പലരും പോയി ശ്രമിച്ചു, കിട്ടിയില്ല. ഭയങ്കര ശക്തിയുള്ള കുതിരയുമായിട്ടാണ് അവൻ വന്നത്. അതീവ സ്പീഡിലാണത് പോകുന്നത്. എന്നാൽ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ, ഇസ്ലാമിലെ ധീരശൂര പരാക്രമിയായ സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ പേരെടുക്കപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ പുന്നാരപ്പൂവായ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹ, മഹാനവർകൾ അവിടുത്തെ ദുൽദുൽ എന്ന് പറയുന്ന കുതിരയുമായിട്ട് ആ ശത്രുവിന്റെ പിന്നാലെ പോയി. അതും അപാരമായ ശക്തിയുള്ള കുതിരയാണ്. ഓടിപ്പോയിട്ട് ശത്രുവിന്റെ അടുത്തെത്തി പിടിക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ടും ഒരുമിച്ചാണ് ഓടുന്നത്. ഇത് നിന്നാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു കഴിവുണ്ടായി, ഒരു പ്രത്യേകതരം ശബ്ദം. ആ ശബ്ദം ഉപയോഗിച്ച് ഒരു തക്ബീർ ചൊല്ലിയാൽ മരത്തിന്റെ മുകളിലുള്ള പക്ഷികൾ പോലും ഭ്രമം സംഭവിച്ച് താഴേക്ക് വീഴുമായിരുന്നു. എങ്ങനെ ചെയ്തിട്ടും ഇവനെ പിടിക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു, അല്ലാഹു അക്ബർ. ആ ശബ്ദം കേൾക്കേണ്ട താമസം അവന്റെ ശക്തിയാർന്ന കുതിര നിന്നുപോയി, ഓടാൻ കഴിയുന്നില്ല. അലിയാർ തങ്ങൾ അവനെ കയ്യിൽ പിടിച്ച് ചുരുട്ടി കൂട്ടി കുതിര പുറത്ത് വെച്ചപ്പോൾ ചരിത്രം പറയുന്നത്, വെള്ളത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന മീനിനെ പിടിച്ച് ചൂടുള്ള കല്ലിന്റെ മുകളിൽ വെച്ചാൽ മീൻ എത്രത്തോളം കിടന്ന് പിടക്കും, അതേപോലെ അലിയാർ തങ്ങളെ കയ്യിന്റെ ഉള്ളിൽ കിടന്ന് ശത്രു ഇങ്ങനെ പിടക്കുകയാണ്. കൊണ്ടുപോയി ആദരവായ നബി തങ്ങളെ മുന്നിലേക്ക് കൊടുത്തപ്പോ നബി തങ്ങൾ ഈ കൊല്ലാൻ വന്ന ഈ ശത്രുവിനോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ കൊല്ലാൻ വന്നത്? അവൻ പറഞ്ഞു, നിങ്ങളുടെ തലയെടുത്ത് കൊണ്ടുവന്നാൽ 100 ഒട്ടകം സമ്മാനമായിട്ട് തരുമെന്ന് അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കൊല്ലാൻ വന്നതാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, ശരി, നിനക്ക് കൊല്ലാൻ പറ്റിയില്ല. ഇപ്പൊ നിന്നെ പിടിച്ച് എന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാണ് നീ ഇപ്പൊ വിചാരിക്കുന്നത്? പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലും. ഉറപ്പാണ്, ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്ന ആളാണ്. എന്നെ പിടിക്കപ്പെട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്നെ കൊല്ലും. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, ആളാരാന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് നീ പോയിക്കോന്ന്. അവനാകെ അന്തം വിട്ടുപോയി. കൊല്ലാൻ വന്ന ശത്രുവിനോട് പറഞ്ഞു, ഒന്നും ചെയ്യണില്ല, നീ പോയിക്കോ. പിന്നെ പോകുവോ? പോയിട്ടില്ല. അവിടെ നിന്നു കുളിച്ച് ശുദ്ധിയായി ആ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ സ്വഭാവം കണ്ടിട്ടാണ് ഇസ്ലാമിന്റെ തീരത്തേക്ക് ആളുകൾ കടന്നു വന്നത്. വിധങ്ങള് വാളുകൊണ്ടോ പേടിപ്പിച്ചോ ഇസ്ലാം ഉണ്ടാക്കിയതല്ല. ഇസ്ലാമിന്റെ തീരത്തേക്ക് ആളുകൾ കടന്നു വന്നത് ആ സ്വഭാവം കണ്ടിട്ടാണ്. നബി തങ്ങളുടെ സ്വഭാവം കണ്ട്, സ്വഭാവ വിശുദ്ധി കണ്ട് എല്ലാരും കേറി വരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി തങ്ങളുടെ സ്വഹാബാക്കള് നബി തങ്ങളുടെ മേൽ വെച്ച മുഹബ്ബത്ത്, അതൊക്കെ ചരിത്രങ്ങളിൽ കേട്ടു പോകുന്നതിലപ്പുറം നമ്മളെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. കല്യാണം കഴിക്കുന്ന സമയം വന്നപ്പോ 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. ഇന്നാരെങ്കിലും കിട്ടുമോ? 4 മാസം കൂടുതലായും കിട്ടൂല. നമ്മളെക്കാളും മൂത്തതാണെന്ന് പറയും. 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴോ, കല്യാണം കഴിക്കുമ്പോ ഖദീജ ബീവി ആരാന്നറിയോ? മക്കത്തിലെ ഏറ്റവും വലിയ രാജാത്തിയാണ്. ആ നാട് മൊത്തം പൈസ കൊടുത്ത് വാങ്ങാൻ മാത്രം സമ്പത്തുള്ള ധനിയാണ്, രാജാത്തിയാണ്.
നല്ല കച്ചവടക്കാരത്തിയാണ്. ഒരുപാട് സമ്പത്തുള്ള സ്വത്തുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ച നബി തങ്ങൾ അതേ ഖദീജ ബീവി ജീവിച്ച് വഫാത്താകുന്ന സമയം വന്നപ്പോ മയ്യത്ത് കഫൻ ചെയ്യുന്ന കഫൻ പുടവ തല മറച്ചാൽ കാല് മറയില്ല, കാല് മറച്ചാൽ തല മറയില്ല എന്ന അവസ്ഥയിലായി. പൈസയൊക്കെ എവിടെ പോയത്? ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചതാണ്. ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മളും ഈ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ വേണം. അത്രക്കും വലിയ കോടാനകോടി സ്വത്തുള്ള ഒരു ഖദീജ ബീവിക്ക് മരണപ്പെട്ടപ്പോൾ മയ്യത്ത് കഫൻ ചെയ്യുന്ന തുണി അത് വാങ്ങാൻ പോലും ഗതിയില്ലാതെ അവസ്ഥയിലായി പോയി. കഫൻ ചെയ്യുന്ന തുണിയെടുത്ത് തലമറച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കാല് വെളിവായി, കാല് മറച്ചപ്പോൾ തല വെളിവായി. അത്രക്കും ചെറിയൊരു തുണി കഷ്ണം മാത്രമേ ഉള്ളൂ. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബ്ബത്ത് പൂത്തൊരു രാജാതി മഹദിയാം ബീവി ഖദീജ മനോഹരി മക്കത്തെ രാജാതി. മനസ്സെന്ന പൂവാടിക്കുള്ളിൽ മുഹബ്ബത്ത് പൂത്തൊരു രാജാതി മഹദിയാം ബീവി ഖദീജ മനോഹരി മക്കത്തെ രാജാതി. ഖാതിമുൽ അംബിയാ മുത്ത് റസൂലേ കണ്ട് കൊതിയേറി ബീവിക്കുള്ളാലേ കത്തിത്തിളങ്ങും യുവരത്ന ചെങ്കോലെ കച്ചോടത്തിനയച്ചു ഖദീജക്ക് മെച്ചലാഭം ലഭിച്ചു. ബീവിയെ കെട്ട് പറഞ്ഞന്ന് മക്കത്തെ എമ്പാടും രാജാക്കൾ വാടി മുഖവും മനസ്സും നിരാശയിൽ പോയത്ര രാജാക്കൾ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം തെരഞ്ഞെടുത്തു. വലിയ വലിയ ധനാഢ്യന്മാരും പൈസയുള്ളവരും രാജാക്കന്മാരുമായ ആളുകൾ വരെ വിവാഹാലോചന കൊണ്ടുവന്നിട്ടും ഖദീജ ബീവി സ്വീകരിച്ചില്ല. ഒന്നുമില്ലാത്ത മുഹമ്മദിനെ കല്യാണം കഴിച്ചു. കാരണം അവരാഗ്രഹിച്ചത് ദുനിയാവിലെ സുഖങ്ങളല്ല, അവരാഗ്രഹിച്ചത് ആഖിറത്തിലേക്കുള്ള സുഖങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തുറന്നു വെച്ച ഒരു പുസ്തകം. നമ്മളൊക്കെ വെറും ക്ലാസ്സുകളും വയലുകളും കേട്ട് പോകുന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുക. നബി തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറയുന്നത്. നമുക്ക് എത്ര സുന്നത്ത് അറിയാം? കൂടിപ്പോയാൽ ചിലപ്പോ വെള്ളി മോതിരം ധരിക്കുന്ന സുന്നത്താണെന്ന് അറിയാം, കല്യാണം കഴിക്കുന്ന ഒരു സുന്നത്താണെന്ന് അറിയാം, കുറച്ച് എളുപ്പമുള്ള കാര്യമായത്. അങ്ങനത്തെ കുറച്ച് സുന്നത്തുകളല്ലാതെ നമുക്ക് വേറെന്താ അറിയാം? ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഉറങ്ങി എണീറ്റ് വൈകുന്നേരം ഉറങ്ങുന്നത് വരെ അവന് മൊത്തം പ്രതിഫലമാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ എത്ര സുന്നത്ത് കിട്ടും നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ട്? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ആരും ഉറങ്ങുന്നുണ്ടോ? ഇല്ലല്ലോ. ഉറങ്ങരുത്. ഉറങ്ങിയ മദീനയിലേക്ക് എത്തൂല. അവസാനം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ എത്ര സുന്നത്ത് കിട്ടും? ഒന്ന് കണക്ക് കൂട്ടിക്കോട്ടെ, ഞാൻ പറയാം. ബിസ്മി ചൊല്ലിയിട്ട് കുടിക്കുക, ഒന്ന്. ഇരുന്ന് കുടിക്കുക, രണ്ട്. ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, മൂന്ന്. കുടിച്ച് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയാം, നാല്. ആ കുടിക്കുന്ന ഗ്ലാസ് വലത് കൈകൊണ്ട് പിടിക്കുക, അഞ്ച്. കുടിക്കുന്ന വെള്ളം 3 പ്രാവശ്യമായിട്ട് കുടിക്കലും സുന്നത്താണ്. ഒറ്റയടിക്ക് നമ്മളെ ഈ മറ്റേ ഡ്രിങ്ക്സിന്റെ കുപ്പിയൊക്കെ തുറന്നിട്ട് ഒഴിക്കൂലേ, അങ്ങനല്ല. ഒരു ഗ്ലാസ് വെള്ളം 3 പ്രാവശ്യമായിട്ട് 3 മുറുക്കായിട്ട് കുടിക്കലും സുന്നത്താണ്. ഇപ്പൊ എത്രയായി? ഇപ്പൊ തന്നെ 6 സുന്നത്ത് കിട്ടിയില്ലേ?
ഇങ്ങനെ എഴുതി വെച്ച ഒരേ ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നേതാക്കന്മാർ ഭൂമി ലോകത്ത് കഴിഞ്ഞുപോയി. എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് ഇരുന്നത്, എങ്ങനെയാണ് കിടന്നത്, എങ്ങനെയാണ് സംസാരിച്ചത്, എങ്ങനെയാണ് ചിരിച്ചത്, എങ്ങനെയാണ് ഇടപഴകിയത്, ശത്രുക്കളോടെങ്ങനെയാണ്, ഭാര്യമാരോടെങ്ങനെയാണ്, മക്കളോടെങ്ങനെയാണ്, സഹപാഠികളോടെങ്ങനെയാണ്, എത്രത്തോളം എന്ന് വെച്ചാൽ വഫാത്താകുന്ന സമയത്ത് തലയിലും താടിയിലും കൂടി എത്ര മുടികളാണ് നര ബാധിച്ചത് എന്ന് വരെ ചരിത്രത്തിൽ എഴുതി വെച്ച ഒരേ ഒരു നേതാവ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു നേതാവ് അത് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. എങ്ങനെയാണ് നബി തങ്ങൾ സംസാരിച്ചത് എന്ന് വരെ ചരിത്രത്തിലുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ആക്ഷൻ ഇല്ലേ, നമ്മൾ എന്തൊക്കെ ആക്ഷൻ കാണിക്കും, സംസാരിക്കും. ചില ആൾക്കാർ ഒരാവശ്യമില്ലാതെ വിരൽ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ സംസാരിക്കും. ദൂരത്തുനിന്ന് കേട്ടാ വിചാരിക്കും ഇയാൾ വലിയ ചൂടിലാണ്. ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് സംസാരിക്കുള്ളൂ. പല 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 നിലക്കുള്ള ആക്ഷനും നമ്മൾ കാണിക്കും. അള്ളാഹുവിന്റെ റസൂല് സംസാരിക്കുമ്പോൾ കാണിച്ചിരുന്ന ആക്ഷൻ എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല. സദസ്സിൽ വന്നു പോകുമ്പോ അതെങ്കിലും ഒന്ന് ഓർമ്മയിലിരിക്കട്ടെ. നമ്മുടെ നേതാവ് സംസാരിക്കുമ്പോ നേതാവിന്റെ കൈ എങ്ങനെയായിരുന്നു എന്നറിയോ? ശ്രദ്ധിച്ചോളൂ. വലത്തേ കൈയിന്റെ ഉള്ളം കൈയിന്റെ പള്ള കൊണ്ട് ഇടത്തേ കൈയിന്റെ തള്ളവിരലിന്റെ പള്ളയിൽ പിടിച്ചിരുന്നു. എന്റെ കൈ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ഇങ്ങനെ. ഇത് വലത്തേ കൈയാണ്, ഇത് ഇടത്തേ കൈയാണ്. വലത് കൈയിന്റെ ഉള്ളം കൈയിന്റെ പള്ള കൊണ്ട് ഇടത്തേ കൈയിന്റെ തള്ളവിരലിന്റെ പള്ള എന്ന് പറഞ്ഞ ഈ സ്ഥലം ഇങ്ങനെ പിടിച്ചിരുന്നു. ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു അള്ളാന്റെ റസൂൽ സംസാരിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ പറ്റുന്ന നേതാവ് വേറെ ആരാ? ഏതെങ്കിലും നേതാവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഗാന്ധിജിനെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവോ? ഏതെങ്കിലും രാജ്യത്തിലുള്ള ഏതെങ്കിലും രാജാവിനെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് ആരെങ്കിലും എഴുതി വെക്കോ? സംസാരിക്കുമ്പോൾ ആക്ഷൻ പോലും കിതാബിലുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളെ നേതാവ് സംസാരിച്ചിരുന്നത്. പുഞ്ചിരിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ. ദീനിന്റെ കാര്യത്തിന് മാത്രമേ, മതപരമായ കാര്യങ്ങൾക്ക് മാത്രമേ അള്ളാന്റെ റസൂൽ ദേഷ്യപ്പെടുള്ളൂ. സ്വന്തം കാര്യങ്ങൾ വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സബ്ർ ചെയ്യും, ക്ഷമിക്കും. അങ്ങനത്തെ കാരുണ്യ കടലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ കാരുണ്യ കടലാണ് ശഫീഉനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു നേതാവിന്റെ അനുയായികളായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. ഒരുപാട് മാറാനുണ്ട്, ഒരുപാട് മാറാനുണ്ട്. നമ്മളൊക്കെ ഇന്നിവിടെ വന്നിരുന്നത് നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് കൊണ്ടാണ്. മദീനയുടെ മണ്ണ് കണ്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഹജ്ജിനും ഉംറക്കും പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും, പോകാത്തവരുണ്ടാവും. അല്ലാഹു തആല പോയവർക്ക് വീണ്ടും പോകാനും പോകാത്തവർക്ക് അവിടെ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എത്തിച്ചേരാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നാടിന് പ്രത്യേകത എന്താണെന്നറിയോ? ആ നാടിനൊരു പ്രത്യേകത, മദീന എന്ന് പറയുന്ന നാടിനൊരു പ്രത്യേകത, മുമ്പൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. كل القلوب إلى الحبيب تميل. كل القلوب إلى الحبيب تميل. ومعي بذلك شاهد ودليل. أما الدليل
أما الدليل إذا ذكرت محمدا صارت دمور العاشقين تسيل هذا رسول الله هذا رسول الله هذا المصطفى هذا لرب العالمين خليل സ്നേഹാർദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരികിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞെന്ന് നബികൾ തേടി സ്നേഹാർദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരികിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞെന്ന് നബികൾ തേടി ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞുള്ള നബിയല്ലേ ഉമ്മത്തി ഉമ്മത്തി എന്നൊന്നു വിളിച്ചില്ലേ ഒരു ഗുമി പാപിതൻ വദയൊന്നു കേട്ടില്ലേ ഉലകിലിവൻ ചെയ്ത പാപം പോറുത്തില്ലേ ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞുള്ള നബിയല്ലേ ഉമ്മത്തി ഉമ്മത്തി എന്നൊന്നു വിളിച്ചില്ലേ ഒരു ഗുമി പാപിതൻ വദയൊന്നു കേട്ടില്ലേ ഉലകിലിവൻ ചെയ്ത പാപം പോറുത്തില്ലേ കൽബും വെങ്ങി എന്നുടെ കരളും തേങ്ങി കൽബും വെങ്ങി എന്നുടെ കരളും തേങ്ങി മുത്ത് റസൂലേ ആ കൈ തന്നിടുവാൻ ഞാൻ തേടി സ്നേഹാർദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരികിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞെന്ന് നബികൾ തേടി ദൂതരെ അങ്ങുള്ള കാലത്തോ ഞാനില്ല ദൂരമിതേറെ എങ്കിലും കനവിൽ കണ്ടില്ല കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല പാപികളാണേലും കാരുണ്യം തടയല്ല ദൂതരെ അങ്ങുള്ള കാലത്തോ ഞാനില്ല ദൂരമിതേറെ എങ്കിലും കനവിൽ കണ്ടില്ല കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല പാപികളാണേലും കാരുണ്യം തടയല്ല ത്വാഹ നബിയേ കനവിൽ വരുമോ നിധിയേ ത്വാഹ നബിയേ കനവിൽ വരുമോ നിധിയേ ആശ മനസ്സുള്ളിലേറുന്നു യാസീം നബിയേ സ്നേഹാർദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരികിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞെന്ന് നബികൾ തേടി സ്നേഹാർദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരികിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞെന്ന് നബികൾ തേടി
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്തിലേക്ക് പൂജാതനാവുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മദീന എന്ന് പറയുന്ന നാടിനുള്ള പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? മദീനയുടെ പേരെന്തായിരുന്നു? യസ്രിബ്. യസ്രിബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? നശിച്ചത്, അതായത് ഹലാക്കായി പോയത് എന്നൊക്കെയുള്ള അർത്ഥമുള്ള വാക്കാണ് യസ്രിബ്. എന്നാൽ മദീന എന്ന വാക്ക് അങ്ങനെയല്ല. മദീന എന്ന വാക്കിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. മദീന എന്ന വാക്കിന് ആ പേര് അല്ലാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ട്, മദീനയെ നിങ്ങൾ യസ്രിബ് എന്ന് വിളിക്കരുത്, മദീനയെ നിങ്ങൾ മദീന എന്ന് തന്നെ വിളിക്കൂ, യസ്രിബ് എന്ന് നിങ്ങൾ വിളിക്കണ്ട. കാരണം മദീന എന്ന പേരിന് ഒരുപാട് ചിന്തിക്കേണ്ട അർത്ഥമുണ്ട്. മദീന എന്ന വാക്കിന്റെ അർത്ഥം അറബിയിൽ എന്താണ്? മദീന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ടൗൺ എന്നാണ്. ടൗൺ. മദീനത്തു മാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ മംഗലാപുരം ടൗൺ. മദീനത്തു കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ടൗൺ. മദീനത്തു എറണാകുളം എന്ന് പറഞ്ഞാൽ എറണാകുളം ടൗൺ. മദീനത്തു മുംബൈ എന്ന് പറഞ്ഞാൽ മുംബൈ ടൗൺ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഏത് നാടിനോടും ചേർക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഈ നാട്ടിനുള്ളത്. ഏത് നാടിനോടും ചേർക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഈ നാട്ടിനുള്ളത്, മദീന. ഏത് നാടിന്റെയും നേതാവായിരിക്കുന്ന നാട് മദീനയാണ്. ഏത് സമുദായത്തിന്റെയും നേതാവായിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അന്തിയുറങ്ങുക. അതുകൊണ്ടാണ് ആ നാടിന് എത്ര പ്രത്യേകത. അതുപോലെ തന്നെ ആ മദീന എന്ന് പറയുന്ന നാടും മക്ക എന്ന് പറയുന്ന നാടും വെച്ച് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത് മദീനക്ക് വേണ്ടിയിട്ടാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ പറയാണ്, ഞാൻ മക്കത്തിനേക്കാൾ കൂടുതൽ മദീനയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്? തെറ്റല്ല, അത് ശരിയാണ്. അത് തെറ്റെന്ന് പറയാൻ പറ്റൂല. കാരണം അയാൾ ആ പറഞ്ഞതിന്റെ കാരണം മദീനയുടെ മണ്ണിന് പ്രത്യേകത ഉണ്ടായിട്ടല്ല, മദീനയുടെ നാട്ടിലുള്ള ഈത്തപ്പഴത്തിന് പ്രത്യേകത ഉണ്ടായിട്ടല്ല. അതിനൊക്കെ പ്രത്യേകത ഉണ്ടാവാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ പറയാം. കാരണം നമ്മുടെ ഈമാന് പരിപൂർണമാവണമെങ്കിൽ നീ എല്ലാത്തിനേക്കാളും, നിന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഗുരുനാഥന്മാരെക്കാളും നിന്റെ സ്വത്ത് സമ്പത്തിനേക്കാളും കൂട്ടുകുടുംബങ്ങളെക്കാളും എന്തിനേറെ പറയണം, സ്വന്തം ശരീരത്തിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല. അപ്പൊ പരിപൂർണമായ മുഅ്മിനാവണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നല്ലോണം സ്നേഹിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ നല്ലോണം സ്നേഹിച്ച ഒരാള് മക്ക എന്ന നാടിനേക്കാൾ മദീന എന്ന നാടിനായിരിക്കും പ്രത്യേകത കൊടുക്കുക. മക്കത്തെക്കാൾ അയാൾക്ക് കൂടുതൽ സ്നേഹം മദീനത്തോടായിരിക്കും. അത് തെറ്റെന്ന് പറയാൻ പറ്റൂല. കാരണം അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ബാക്കിയാണ്. അത് നബി തങ്ങളെ സ്നേഹിച്ചതിന്റെ അടയാളമാണ്. ഹജ്ജും ഉംറ പോലുള്ള കർമ്മങ്ങൾക്ക് പോകുന്ന ആളുകൾ ആ ഇബാദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ മഹത്വം കൊടുത്തതിന്റെ കാരണം എന്താണ്? ഹജ്ജും ഉംറയും നിർവഹിച്ചു കഴിഞ്ഞാൽ അവന്റെ പരിപൂർണമായിരിക്കുന്ന അമലുകൾ പൂർത്തിയാവണമെങ്കിൽ അവൻ എവിടെ പോവണം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്തിയുറങ്ങുന്ന റൗള ശരീഫിൽ പോയി സിയാറത്ത് ചെയ്യണം. ആ സിയാറത്തും കൂടി കഴിഞ്ഞാൽ, ആ സിയാറത്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ആളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ. ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ. ഒരു ഉമ്മ പ്രസവിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹജ്ജ്
ഹജ്ജും ഉംറയും ചെയ്ത് അള്ളാന്റെ റസൂലിന്റെ റൗള ശരീഫും സിയാറത്ത് ചെയ്ത് വരുന്ന മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ ആ കറ കഴുകുന്ന സ്ഥലമാണ് മദീന. സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള താക്കോല് വേണോ? അതും മദീനയിലാണ്. ഈമാൻ ഖൽബിൽ നിറയണം, അതിനുള്ള വഴികൾ കിട്ടണോ? അതും മദീനയിലാണ്. കാരണം അവിടെ കിടക്കുന്നത് അഷ്റഫുൽ ഖൽഖാണ്. കല്ലും മരങ്ങൾ പോലും സുജൂദ് ചെയ്ത, കല്ലും മരങ്ങൾ പോലും സംസാരിച്ച, ജീവനില്ലാത്ത മരകഷ്ണങ്ങൾ പോലും അള്ളാന്റെ റസൂലിനോട് സംസാരിച്ച, നബി തങ്ങളെ സ്നേഹിച്ച, അത്രക്കും ശറഫാക്കപ്പെട്ട ഒരു ശരീരം അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മണ്ണിന് ഇത്ര പ്രത്യേകത, ആ നാടിന് ഇത്ര പ്രത്യേകത. ഫളിറങ്ങും സ്ഥലം, പാപം പോക്കും സ്ഥാനം, പൂമദീന പോയി കാണുവതേത് സമാന, പോയി കാണുവതേത് സമാന. ഫളിറങ്ങും സ്ഥലം, പാപം പോക്കും സ്ഥാനം, പൂമദീന പോയി കാണുവതേത് സമാന, പോയി കാണുവതേത് സമാന. ഒന്ന് കണ്ണടച്ചിട്ട് കേൾക്കൂ, കണ്ണടച്ചിരി. ഞാൻ പറയാൻ പോകുന്നത് നബി തങ്ങളോട് സലാം പറഞ്ഞത്, സലാം പറയുന്നത്, റൗള ശരീഫിൽ പോയി സലാം പറയുന്നത് ഈ മനുഷ്യ ജീവിയായിരിക്കുന്ന നമ്മൾ മാത്രമല്ല. പണ്ട് കാലം മുതലേ കള്ളുകടും ഈ കല്ലും ചെടിയും മരവും എല്ലാം നബി തങ്ങളോട് സലാം പറഞ്ഞിരുന്നു. നബി തങ്ങൾ നടക്കുന്ന വഴി അതൊന്ന് ചെറിയ രൂപത്തിൽ പറഞ്ഞു. പുല്ലും പുഷ്പങ്ങൾ പോലും സലാമാ, പൂകളോതി കൊടുത്തേ മഖാമാ. പുല്ലും പുഷ്പങ്ങൾ പോലും സലാമാ, പൂകളോതി കൊടുത്തേ മഖാമാ. പർവതം തസ്ബീഹും തണൽ മേഘം പൂണ്ടേ പൂമദീന പോയി കാണുവതേത് സമാന, പോയി കാണുവതേത് സമാന, പോയി കാണുവതേത് സമാന. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഉംറക്ക് പോവണം എന്ന് നിയ്യത്ത് ചെയ്ത് മനസ്സിൽ കരുതിയവരോട് നബി തങ്ങളെ ഹദ്റത്തിൽ ചെന്നിട്ട് ഒരു സലാം പറയണമെങ്കിൽ 2 ലക്ഷം രൂപയും പാസ്പോർട്ടും കയ്യിൽ വെച്ചിട്ട് ഹജ്ജിന് പോയാലേ അത് പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട്, സൗദിയുടെ മണ്ണിൽ കാല് വെച്ചാലേ അള്ളാന്റെ റസൂലിനോട് സലാം പറയാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഈ പള്ളിയുടെ മദ്രസയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങൾക്കും സലാം പറയാം. വീടിന്റെ അകത്തിരുന്നു കൊണ്ടാണെങ്കിലും നമ്മുടെ നേതാവിന് സലാം പറയാം. ഏതെങ്കിലും ഒരു ദിവസം പാതിരാ സമയത്ത് ആരോരുമില്ലാതെ, ഒരാളുടെയും ശല്യമില്ലാതെ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം എന്റെ മുഅ്മിനെ പാതിരാ സമയത്തൊന്ന് എണീറ്റിരിക്കുക, ഇരുന്നിട്ട് ആരോരുമില്ലാതെ രാജാതിരാജനായ റബ്ബ് തആലയും നീയും മാത്രം ഉണ്ടാകുന്ന സമയത്തോ നിന്റെ നേതാവിന് ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് നിന്റെ നേതാവിനൊരു സലാം പറഞ്ഞു നോക്ക്. ആരും കാണാതെ ആവട്ടെ, ആരും അറിയാതെ ആവട്ടെ, നിഷ്കളങ്കമായിട്ട് രാത്രി പാതിരാ സമയത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് മനസ്സിൽ തട്ടിയിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് സലാം പറഞ്ഞാൽ അത് റൗള ശരീഫിലേക്ക് എത്തും എന്നത് ഉറപ്പാണ്. ആ സലാം നമ്മുടെ നേതാവ് മടക്കും എന്നതും ഉറപ്പാണ്. കാരണം നമുക്ക് വേണ്ടി സങ്കടത്തിന്റെ സമയത്തും സന്തോഷത്തിന്റെ സമയത്തും നമ്മ ഓർത്തവരാണ് അവര്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മ മറന്നവരല്ല നമ്മുടെ നേതാവ്. റബീഉൽ അവ്വൽ വരുമ്പോ മാത്രം നമ്മളെ നേതാവിനെ ഓർമ്മിക്കുന്നു. ഇഷ്ക് മജ്ലിസിൽ ഇരിക്കുമ്പോ മാത്രം നമ്മൾ നബി തങ്ങളെ ഓർമ്മിക്കുന്നു. അതേ സമയം ഇവിടെ എണീറ്റ് പോയി നമ്മുടെ ബാക്കിയുള്ള ജോലികളും പൈസയും സമ്പത്തുമായിട്ട് ഇടപെടുന്ന സന്തോഷത്തിന്റെ മുഹൂർത്തത്തിൽ നബിതങ്ങളെ ഓർമ്മയില്ല. എന്നാൽ നബിതങ്ങൾ നിന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ട്. സന്തോഷം വരുമ്പോഴും ഓർത്തിട്ടുണ്ട്, സങ്കടം വരുമ്പോഴും ഓർത്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അസ്രായീൽ റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയെയോ ഫാത്തിമ എന്നോ അല്ല വിളിച്ചത്. അവിടുത്തെ ചുണ്ട് അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് സ്വഹാബാക്കൾ ചെവി വെച്ച് നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിൽ നിന്ന് വന്ന വാക്ക് എന്താണെന്നറിയോ? ഉമ്മത്തി യാ ഉമ്മത്തി, അല്ലയോ എന്റെ സമുദായമേ, അല്ലയോ എന്റെ ഉമ്മത്തെ എന്ന് എന്നെയും നിങ്ങളെയും ചേർത്താണ് നമ്മുടെ നേതാവെന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്തും വിളിച്ചത്. സന്തോഷത്തിന്റെ സമയത്ത് പോലും നമ്മളെ മറന്നിട്ടില്ല. ആർക്കും കൊടുക്കാത്ത ഒരു സ്ഥാനം അല്ലാഹു കൊടുത്തു. 7 ആകാശവും കടന്ന് മിഅ്റാജ് പോയി അജാതിരാജനായ റബ്ബിന്റെ അടുക്കലേക്ക് എത്തിയപ്പോഴോ ഒരു വലിയ നേതാവിനെ കാണാൻ പോകുമ്പോ നമ്മളൊരു സമ്മാനം കൊടുക്കും. മസ്ജിദുൽ ഹറമിൽ കിടന്നുറങ്ങുന്ന നബി തങ്ങളെയാണ് വിളിച്ചു കൊണ്ടുപോയത്. അള്ളാഹ് കൊടുക്കാൻ ഹബീബിന്റെ കയ്യിലൊന്നുമില്ല. എന്നാലും അള്ളാന്റെ റസൂല് അള്ളാഹുവിന് ഒരു സമ്മാനം കൊടുത്തു. ആദ്യമായിട്ട് റബ്ബിനെ കണ്ട സന്തോഷത്തില് നമ്മുടെ നേതാവ് അള്ളാഹ് ഒരു സമ്മാനം കൊടുത്തു. എന്താ സമ്മാനം എന്നറിയോ? അള്ളാഹിനോട് നബി തങ്ങൾ പറഞ്ഞു, റബ്ബേ, ശ്രദ്ധിച്ചു കേട്ടോളൂ, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ഓ മാഷാ അല്ലാഹ്, എന്തൊരു നല്ല സമ്മാനം ല്ലേ? ഇതിനേക്കാളും വലിയ കോടി വില കൊടുത്താൽ കിട്ടുന്ന വേറെന്തള്ളത്? കോടി ഉറുപ്യ കൊടുത്താൽ പോലും കിട്ടാത്ത സമ്മാനമാണത്. അല്ലാഹ്ക്ക് ആദ്യമായിട്ട് കാണുമ്പോ അല്ലാഹുവിനോട് പറയാ, പഠിച്ചോനെ, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. തിരിച്ച് അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതു. നബിയേ, എന്റെ സലാമത്തും രക്ഷയും നിങ്ങളെ മേൽ ഉണ്ടാകട്ടെ എന്ന് അല്ലാഹു പറഞ്ഞപ്പോ ഇവിടെ കൂടിയ ഓരോ മുഅ്മിനീങ്ങളും ചിന്തിച്ചു വെക്കണം. അന്ന് അല്ലാഹുവിന്റെ റസൂല് ആ സംസാരം അവിടെ നിർത്തിയിട്ടില്ല. അല്ലാഹ് നബി തങ്ങളോട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിയെ, നിങ്ങളെ മേൽ എന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിനോട് തിരിച്ചു പറഞ്ഞു, അത്ര പഠിച്ചോനെ, അസ്സലാമു അലൈനാ, എനിക്ക് മാത്രം പോരാ, താഴേക്ക് കാണിച്ചു, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എന്റെ ഉമ്മത്തുകളായിരിക്കുന്ന ഒരു വിഭാഗം താഴെ ഭൂമിയിലുണ്ട്, എനിക്ക് മാത്രം നിന്റെ രക്ഷ പോരാ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നിന്റെ അടിമകളായ എന്റെ ഉമ്മത്തിങ്ങൾക്കും നിന്റെ രക്ഷ വേണം പടച്ചോനെ. സന്തോഷത്തിലും മറന്നിട്ടില്ല, സങ്കടത്തിലും മറന്നിട്ടില്ല, മരിക്കാൻ കിടക്കുന്ന സമയത്തും നമ്മളെ മറന്നിട്ടില്ല. അങ്ങനത്തെ നേതാവിനെ നമ്മൾ എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് അവരൊക്കെ നബി തങ്ങളെ സ്വഹാബാക്കൾ അത്രത്തോളം സ്നേഹിച്ചത്, ജീവന തുല്യം സ്നേഹിച്ചു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുമായിട്ട് നടന്നു പോകുമ്പോ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു
തിരിഞ്ഞു നോക്കിയിട്ടാണ് നടക്കുന്നത്. നബി തങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നബി തങ്ങൾ ശരീരത്തിലേക്ക് ഒരു ശത്രുവിന്റെയും ആയുധം തട്ടാൻ പാടില്ല. നാല് ഭാഗവും തിരിഞ്ഞു മറിഞ്ഞു നോക്കി നടക്കുമ്പോ ആറ് തൗറിലേക്ക് മലമുകളിലേക്ക് കയറാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിലേക്ക് നോക്കി ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ കാലിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് നബി തങ്ങളെ കാലിന് ചെറിയ മുറിവായിട്ട് രക്തം വരുന്നുണ്ട്. കണ്ട ഉടനെ അബൂബക്കർ തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു നബിയേ, പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു നബിയേ, എനിക്ക് മാഫാക്കണം നബിയേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഇയാളെന്താ തെറ്റ് ചെയ്തത്? അബൂബക്കർ തങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നബിയേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബിയേ, നിങ്ങൾ നടന്നു വന്നത് കൊണ്ടാണ് നിങ്ങളെ കാലിന് മുറിയായത്, നിങ്ങളെ ഞാൻ നടത്തിക്കാൻ പാടില്ലായിരുന്നെന്ന് പറഞ്ഞു. നബി തങ്ങളെക്കാളും പിന്നെയും വയസ്സ് കൂടുതലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദരവായ നബി തങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ കയ്യിലേക്ക് അങ്ങ് എടുത്തുകൊണ്ടാണ് അത്രയാ മലമുകളിൽ കയറിയത്. അല്ലാഹു അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിപ്പോയി എന്നറിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു സ്വന്തം പല്ല് പൊട്ടിച്ചു കളഞ്ഞു. എന്തിന്? എന്റെ നേതാവിനില്ലാത്ത ഒരു അവയവം എനിക്ക് വേണ്ട. എന്തൊരു സ്നേഹമാണ്, എന്തൊരു മുഹബ്ബത്താണ്. സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി ഒരു കാമുകൻ ചെയ്യില്ല. ഒരു പെണ്ണിനെ ഒരാണ് സ്നേഹിക്കുകയാണ്, അവൻ സ്നേഹിക്കുന്ന പെണ്ണെ ആക്സിഡന്റിൽപ്പെട്ട് കൈ മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞ സ്നേഹിക്കുന്ന കാമുകൻ അവൾക്കില്ലാത്ത കൈ എനിക്കും വേണ്ട എന്ന് പറഞ്ഞ് മുറിച്ചു കളയില്ല. ലൈലയും മജ്നൂനും സ്നേഹിച്ചതിനേക്കാൾ വലിയ സ്നേഹമാണത്. ആണും പെണ്ണും സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമാണ്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമാണ്. നബി തങ്ങളെ പല്ല് പൊട്ടി നിറഞ്ഞപ്പോ സ്വന്തം പല്ലങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. എന്തിനാ? അല്ലാഹുവിന്റെ റസൂല് എന്റെ ഹബീബിനില്ലാത്ത അവയവം എനിക്ക് വേണ്ട. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ, നബി തങ്ങൾ വഫാത്തായി പോയപ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു സ്വഹാബി വര്യൻ വാനലോകത്തേക്ക് നോക്കി അല്ലാഹുവിനോട് പൊട്ടി കരഞ്ഞുകൊണ്ടൊരു ദുആ ചെയ്തു. എന്താണെന്നറിയോ? പലർക്കും പലതും ദുആ ചെയ്യാം. നബി തങ്ങൾ വഫാത്തായി കിടക്കുകയാണ്, ദീനിനെ നീ സംരക്ഷിക്കണമെന്ന് ദുആരക്കാം, അല്ലെങ്കിൽ ഈ നബി തങ്ങളോട് കൂടെ സ്വർഗ്ഗത്തിൽ എന്നെ കൂട്ടണമെന്ന് ദ്വാരക്കാം. പക്ഷെ ആ സ്വഹാബി ദുആ ചെയ്തത് എന്താണെന്നറിയോ? ആ സ്വഹാബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ, അല്ലാഹുവേ, എന്റെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കളയണേ അല്ലാഹ്. പടച്ചോനെ, എനിക്കിനി കണ്ണ് വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടന്നപ്പോ ഒരു സ്വഹാബി ദുആ ചെയ്യുകയാണ്, യാ റബ്ബേ, റബ്ബേ, എനിക്ക് കണ്ണിന്റെ കാഴ്ച ഇനി വേണ്ട, എന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണം. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്റെ ഹബീബിനെ കാണാനാണ്. ഇനി ഞാൻ മദീനയിൽ എവിടെ നോക്കിയാലും എനിക്ക് എന്റെ നബി തങ്ങളെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കണ്ണെനിക്ക് വേണ്ട അല്ലാഹ്. അല്ലാഹു തആല സ്വഹാബിയുടെ കാഴ്ച അടച്ചു കളഞ്ഞു. ആ മനുഷ്യൻ പിന്നെ ഭൂമി ലോകത്ത് അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല. ആ കണ്ണുകൊണ്ട് അവസാനമായിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയതിനു ശേഷം ഒരു ഹറാമിലേക്കും നോക്കിയിട്ടില്ല, ഒരു മനുഷ്യനെയും നോക്കിയിട്ടില്ല, ഒരു വസ്തുവിനെയും ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല. കാഴ്ച അല്ലാഹു തന്നെ തിരിച്ചു കൊടുത്തു. എന്തൊരു മുഹബ്ബത്താണ്, എന്തൊരു സ്നേഹമാണ്, നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് നീട്ടിപ്പരത്തി ഒന്നും പറയാതെ നമ്മുടെ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾക്കൊക്കെ ആവശ്യം എന്താണെന്നറിയോ? ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്മാരും ചിന്തിക്കേണ്ട ഒരു വിഷയം, ഒരാള് എങ്ങനെ ജീവിച്ചു എന്നതല്ല, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ ഫോട്ടോ നമ്മുടെ ഖൽബിൽ വേണം. സദസ്സിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്തും സലാമും ചെല്ലുന്നത് മാത്രല്ല, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും സലാത്ത് ചെല്ലണം, ഒറ്റയ്ക്കിരിക്കുമ്പോഴും സലാമു ചെല്ലണം. ഈ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് നമുക്ക് ഒരുമിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ കുറച്ച് സലാം ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം.
കണ്ട് കൊതി തീർന്നതാരാമദീന കൊണ്ടുപോയത്ര ജീവൻ മദീന ദൂരെ 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 മദീന വാരിപ്പുണരുന്നതെന്നാനബീന കണ്ട് കൊതി തീർന്നതാരാമദീന കൊണ്ടുപോയത്ര ജീവൻ മദീന ദൂരെ 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 മദീന വാരിപ്പുണരുന്നതെന്നാനബീന പോയിരുന്നോ നിങ്ങൾ മദീന കൈകൾ മുത്തി മണത്തോ നബീന പോയിരുന്നോ നിങ്ങൾ മദീന കൈകൾ മുത്തി മണത്തോ നബീന ഇന്ന് ഞാനിന്ന് ദൂരെ മദീന നിന്ന് ഞാനിന്ന് ദൂരെ മദീന ഒന്നിടായോഗ്യനാണോ മദീന എന്നെ ഒഴിവാക്കിടല്ലേ മദീന എന്നെ ഒഴിവാക്കിടല്ലേ മദീന എന്നെ ഒഴിവാക്കിടല്ലേ മദീന കണ്ണിലണവാക്കിടണേ മദീന കണ്ട് കൊതി തീർന്നതാരാമദീന കൊണ്ടുപോയത്ര ജീവൻ മദീന ദൂരെ 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 മദീന വാരിപ്പുണരുന്നതെന്നാനബീന എന്ത് രസമാണ് നീ എൻ മദീന എന്റെ നബി നിന്റെ ഉള്ളിൽ മദീന എന്ത് രസമാണ് നീ എൻ മദീന എന്റെ നബി നിന്റെ ഉള്ളിൽ മദീന അറിവില്ലിന്റെ അഴകന്ത് സീന അറിവില്ലിന്റെ അഴകന്ത് സീന വാരി നൽകിയതെന്റെ മദീന സ്വർഗത്തിൽ നിന്നടർന്നോ മദീന സ്വപ്നമില്ലെങ്കിലും താനബീന കണ്ട് കൊതി തീർന്നതാരാമദീന കൊണ്ടുപോയത്ര ജീവൻ മദീന ദൂരെ 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 മദീന വാരിപ്പുണരുന്നതെന്നാനബീന വേദനിപ്പിച്ചോ മദീന വേദയെന്നോതുമോ നീ മദീന വേദനിപ്പിച്ചുവോ ഞാൻ നബീന വേണ്ടയെന്നോതുമോ നീ മദീന എന്റെ നേരെ തുറക്കൂ നബീന എന്റെ നേരെ തുറക്കൂ നബീന എന്നെ കൂടി വിളിക്കൂ മദീന ശബ്ദമിടറി ബിലാലിൽ മദീന ശക്തമാണ് പ്രണയം മദീന ശബ്ദമിടറി ബിലാലിൽ മദീന ശക്തമാണ് പ്രണയം മദീന കണ്ട് കൊതി തീർന്നതാരാമദീന കൊണ്ടുപോയത്ര ജീവൻ
മദീന ദൂരെ 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 മദീന വാരി പുണരുന്നതെന്നാ നബീന. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം നബി തങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അബൂബക്കർ തങ്ങളെ സ്നേഹിച്ചതുപോലെ, ഉമർ തങ്ങളെ സ്നേഹിച്ചതുപോലെ, മറ്റു സ്വഹാബാക്കൾ നബി തങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും നബി തങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശരീരത്തിനൊക്കെ ഇവിടെ ഇട്ടിട്ട് മനസ്സ് മാത്രം മദീനയിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് സലാം ചൊല്ലാൻ നബി തങ്ങൾ, എന്നിട്ട് നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ നമ്മളെ മജ്ലിസിന് പ്രത്യേകിച്ച് ഒരു ഖബൂലിയത്ത്. അർശിന്റെ കൊമ്പത്തു നിലകൊണ്ട ഷറഫിലും ഷറഫുറ്റതായ പ്രകാശം ആരുടേതാണോ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആദ്യ പിതാവാം ആദം നബിക്കും തൗബ ഖബൂലാക്കിയ നാമം ആരുടേതാണോ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആമിന ബീവി താരാട്ടിയ അല്ലമീനായ അഴകുറ്റ പൈതല്ലാരാണോ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇരുണ്ട യുഗത്തിൽ 23 വർഷം കൊണ്ട് നന്മയും സ്നേഹവും നിറച്ച ഈമാനുള്ള ഖൽബിന്റെ ഉടമകളാക്കിയത് ആരാണോ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വന്തം ജനങ്ങൾ പോലും മാട്ടിയോടിച്ചു ശകാരിച്ച് പരിഹസിച്ചപ്പോഴും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം സഹിച്ച സബറിന്റെ നിലകുടമായ കരളിന്റെ കഷ്ണമായ റസൂൽ ആരാണോ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സന്തോഷത്തിലും സങ്കടത്തിലും ഞങ്ങളെ മറക്കാത്ത ഞങ്ങളുടെ നേതാവേ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനയെങ്കിലും റൂഹിനെ പിടിക്കുമ്പോൾ അസ്രായീലിന്റെ കൈ പോലും വിറച്ചു പോയത് പരിശുദ്ധമാക്കപ്പെട്ട ആത്മാവ് ആരുടേതാണോ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ തീരാത്ത എന്നെന്നും മദീനത്തെ പച്ച കുബ്ബ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആ പുണ്യഭവനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രിയ ലോക ഗുരുവേ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പാവങ്ങളായി ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് അങ്ങയുടെ മേലുള്ള മുഹബ്ബത്തിലാണ്. കൈവിടല്ല നബിയേ എന്നെന്നും ഞങ്ങളെ കൈവിടല്ല റസൂലേ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലയോ നബിയേ, തെറ്റുകൾ ചെയ്ത ശരീരം ഇവിടെ ഉപേക്ഷിച്ചോ ഞങ്ങളുടെ ആത്മാവ് മദീനയിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. കൈവിടല്ല റസൂലേ അങ്ങേക്കാണ് ഞങ്ങളുടെ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി. ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി. അർവാഹുകൾ കദീപതി അർവാഹുകൾ കദീപതി അഷ്റഫുൽ ഖൽഖാം നബി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർതള. സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർതള. ഹമീദ് മുർതള
മുർത്തദാ യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം മക്കം പിറൈந்த രാജരാം മന്നാൻ പുകഴ്ந்த ദൂതരാം മക്കം പിറൈந்த രാജരാം മന്നാൻ പുകഴ്ந்த ദൂതരാം ദിക്ക് മദീന പൂമണി ദാദാ ഹബീബ് യാ നബി ദിക്ക് മദീന പൂമണി ദാദാ ഹബീബ് യാ നബി അർവാഹുകൾ കദീപതി അർവാഹുകൾ കദീപതി അഷ്റഫുൽ ഖൽഖാം നബി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ ഹമീദ് മുർത്തദ യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം എക്കാലവും സമത്വമേ എങ്ങും നിറൈந்த താരമേ എക്കാലവും സമത്വമേ എങ്ങും നിറൈந்த താരമേ ഹക്കുൽ യഖീനിൻ ചീർമണി ഹാഷിമിൻ വംശ കൺമണി ഹക്കുൽ യഖീനിൻ ചീർമണി ഹാഷിമിൻ വംശ കൺമണി ശിർകിൻ നദിർ തമാമണി ശിർകിൻ നദിർ തമാമണി തൗഹീദ് യാ മുഹമ്മദി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തദ ഹമീദ് മുർത്തദ യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ദുആ കൂടിയുണ്ട് നീട്ടി ഒന്നും പറയുന്നില്ല ഇനി തൽക്കാലം വിരാമം കുറിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു